സ്ഥലകാല പരിമിതികൾക്കപ്പുറം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുന്നതാണ് ദൈവസ്നേഹം. നമ്മെ സ്നേഹിക്കുന്നതിൽ നിന്നും ദൈവത്തെ പിന്തിരിപ്പിക്കുവാൻ യാതൊന്നിനും കഴിയില്ല. മനോഹരമായ ചിന്തയില്ലേ? തുടർന്ന് ചിന്തിക്കാം. ദൈവത്തിൻ്റെ സ്നേഹം പിടിച്ചു പറ്റാൻ മനുഷ്യർ പെടുന്ന പാട് ഏറെയാകുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്നേഹം യാതൊന്നിൻ്റെയും സ്വാധീനത്തിലല്ല നമുക്ക് ലഭിക്കുന്നത്. നമ്മിലുള്ള യാതൊന്നും ദൈവസ്നേഹം കൂട്ടുവാനോ അത് ഇല്ലാതാക്കുവാനോ കഴിയുകയില്ല. ദൈവസ്നേഹം സൗജന്യമാകുന്നു, പരപ്രേരണ കൂടാതെ ഉള്ളതാണ്, നൈസർഗികമാണ്, കാരണം ഇല്ലാത്തതാണ്. ദൈവം എന്തുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നു എന്ന് യാതൊരു മനുഷ്യനും വിവരിക്കുവാൻ കഴിയില്ല. ആ സ്നേഹത്തിൻ്റെ ഉറവിടം നമ്മിലല്ല, ദൈവത്തിൽ തന്നെയാകുന്നു. ദൈവസ്നേഹം ശാശ്വതമാകുന്നു എന്ന് പറഞ്ഞാൽ ദൈവം ഭൂമിയെയും ആകാശത്തെയും ഉരുവാക്കിയതിനു മുൻപേ നമ്മെ സ്നേഹിച്ചു എന്നാണ്. യിരെമ്യാ പ്രവാചകൻ ഇപ്രകാരം പറഞ്ഞു: നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് ദൈവം അവനോട് പറഞ്ഞു എന്ന്. ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം നമ്മുടെ പരിശ്രമങ്ങളുടെ ഫലമല്ല, പിന്നെയോ അവൻ നമ്മെ സ്നേഹിച്ച സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണം മാത്രമാകുന്നു. അങ്ങനെ ദൈവസ്നേഹം ഒരുവനിൽ നിറയുമ്പോൾ അത് മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ ആരംഭിക്കും. അങ്ങനെയാണ് നാം മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പ്രാപ്തരാകുന്നത്. നാം സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും നല്ല വേദഭാഗമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വരെ നാം ചിന്തിച്ചു. നിങ്ങൾ ഈ ഭാഗം വളരെ ശ്രദ്ധിച്ചു വായിക്കുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മാത്രം പോരാ, ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സമർപ്പിക്കുകയൂടി വേണം. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ അതിനെ ശക്തീകരിക്കും, സഹായിക്കും. ഇന്ന് നമുക്ക് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ ചിന്തിക്കാം. ആ ഭാഗം എടുത്താട്ടെ. 1 കൊരിന്ത്യർ 13-ാം അധ്യായം. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള വാക്യങ്ങൾ. സ്നേഹത്തിൻ്റെ സനാതനത്വം ആകുന്നു ഇനിയും നാം കാണുവാൻ പോകുന്നത്. 8-ാം വാക്യം ഞാൻ വായിക്കട്ടെ. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും, ഭാഷാപരമോ അത് നിന്നുപോകും, ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൻ്റെ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്: ആകയാൽ വിശ്വാസം, സ്നേഹം, പ്രത്യാശ, ഈ 3 നിലനിൽക്കുന്നു എന്ന്. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. സ്നേഹം നിലനിൽക്കുന്നു, അത് സ്ഥിരമാണ്. സ്ഥലകാല പരിമിതികൾക്കപ്പുറം നോക്കുന്നതാണ് സ്നേഹം. സ്നേഹം മരണമില്ലാത്തതാണ്. അതൊരിക്കലും പരാജയപ്പെടുന്നില്ല, മോഹഭംഗപ്പെടുന്നില്ല, നിരാശപ്പെടുന്നില്ല. ഒരു വികാരമായി മാത്രം ഇരിക്കുന്ന സ്നേഹം വൈക്കോൽ കൂനയ്ക്ക് തീ പിടിക്കുന്നത് പോലെ കത്തിത്തീരുന്നു. അതുകൊണ്ടത്ര ഈ കാലങ്ങളിൽ വളരെയേറെ വിവാഹമോചനങ്ങൾ കാണപ്പെടുന്നത്. 2 ഹൃദയങ്ങളെ ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുവാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സ്നേഹമല്ല അത്. അത് ജഡം നിയന്ത്രിക്കുന്ന സ്നേഹമാണ്. അത് നിലനിൽക്കില്ല. എന്നാൽ യഥാർത്ഥ സ്നേഹം അത് നിത്യമാണ്, അത് സ്ഥിരമായി നിൽക്കും. ദൈവസ്നേഹം അപ്രകാരത്തിലുള്ളതാണ്. അതത്രേ നാം ഇവിടെ കാണുന്നത്. എത്ര മനോഹരമാണല്ലേ! സ്ഥലകാല പരിമിതികളില്ലാതെ അവിടുത്തെ സ്നേഹം നമ്മെ ആശ്ലേഷിക്കുന്നു. ക്രിസ്തു സ്നേഹിക്കുന്നത് ഒരിക്കലും നിർത്തിക്കളഞ്ഞിട്ടില്ല. താങ്കളെ സ്നേഹിക്കുന്നതിൽ നിന്നും അവനെ അകറ്റുവാൻ താങ്കൾക്ക് ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. താങ്കൾ എന്തെല്ലാം ചെയ്താലും അവിടുത്തെ സ്നേഹം അത് എന്നും എപ്പോഴും ഉള്ളതാണ്. നമ്മുടെ പുണ്യപ്രവൃത്തികൾ കൊണ്ടല്ല അവൻ നമ്മെ സ്നേഹിക്കുന്നത്. താങ്കൾ ഒരുപക്ഷെ അവിശ്വാസം എന്ന സ്ഥിതിയിലായിരിക്കും, എന്നാൽ അവിടുന്ന് താങ്കളെ ഇപ്പോഴും സ്നേഹിക്കുന്നു. ഇത് എത്ര മനോഹരമായ ഒരു ദൂതാകുന്നില്ലേ? ലോകത്തിൽ മറ്റെല്ലാവരും ക്ഷമിക്കുവാൻ പാടുപെടുന്ന പാപം ചെയ്ത ഒരു വ്യക്തിയായിരിക്കും താങ്കൾ. എന്നിരുന്നാലും അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. താങ്കളെ സ്നേഹിക്കുന്നതിൽ നിന്നും കർത്താവിനെ അകറ്റി നിർത്തുവാൻ താങ്കൾക്ക് സാധ്യമല്ല. മഴയിൽ നിന്നും രക്ഷപ്പെടുവാൻ താങ്കൾക്ക് വേണമെങ്കിൽ ഒരു കുട പിടിക്കാവുന്നതാണ്. എന്നാൽ മഴയെ നിർത്തുവാൻ താങ്കൾക്ക് സാധ്യമല്ല. അതുപോലെ താങ്കളെ സ്നേഹിക്കുന്നത് നിർത്തുവാൻ, ദൈവത്തെ അതിനുവേണ്ടി സ്വാധീനിക്കുവാൻ താങ്കൾക്ക് കഴിയില്ല. അതെ, പാപമെന്നതോ അവിശ്വാസമെന്നതോ ആയ കുട പിടിച്ചാൽ പോലും അവിടുന്ന് താങ്കളെ സ്നേഹിക്കുന്നു. കുഞ്ഞുങ്ങളോട് ദൈവം
അവരെ സ്നേഹിക്കില്ല എന്ന് പറയുന്നത് തെറ്റാണ് കേട്ടോ. മക്കളെ, നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചെയ്താൽ അവൻ നിങ്ങളെ സ്നേഹിക്കുന്നില്ല എന്ന് പറയുന്നത് ശരിയല്ല. സ്നേഹം എൻ്റെ നന്മ കണ്ടുകൊണ്ട് ലഭിക്കുന്നതല്ല. സ്നേഹം നിത്യമാണ്. ഈ മനോഹരമായ അധ്യായത്തിൻ്റെ ഒടുവിലത്തെ 6 വാക്യങ്ങളിൽ അപ്പോസ്തലൻ ഊന്നിപ്പറയുന്നത് ഇതുവരെ പറഞ്ഞ വിധത്തിലുള്ള പല അടയാള വരങ്ങളും മാറിപ്പോകും, എന്നാൽ ശാശ്വതമായി നിലനിൽക്കുന്നത് സ്നേഹമായിരിക്കും എന്നത്രേ. വരങ്ങൾ ഒന്നും ശാശ്വതമല്ല, സ്നേഹം മാത്രമാണ് നിലനിൽക്കുന്നത്. എന്നാൽ വേദപണ്ഡിതാക്കന്മാരുടെ ഇടയിലെ ഒരു അഭിപ്രായ ഭിന്നത എന്തെന്നാൽ ഈ പറഞ്ഞതൊക്കെ എന്നാണ് നീങ്ങിപ്പോകുന്നത് എന്നത്രേ. ഒരു വലിയ പങ്കിൻ്റെ അഭിപ്രായം ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവോടുകൂടി ആയിരിക്കും അത് സംഭവിക്കുന്നത് എന്നത്രേ. അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ വരങ്ങളെല്ലാം ഇന്നും നിലനിൽക്കുന്നു എന്ന ചിന്ത വരുന്നു. അതാണല്ലോ ഭൂരിപക്ഷം വിശ്വാസികളും മനസ്സിലാക്കിയിരിക്കുന്നത്. അതേസമയം തന്നെ ഈ വരങ്ങൾ നിന്നുപോകുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പസ്തോലന്മാരുടെ കാലത്തോടെ നിന്നുപോകുമെന്നാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വലിയ പങ്കുണ്ട്. ഈ വിഷയത്തെ നിസ്സാരമായി തള്ളിക്കളയുവാൻ പാടില്ല. വരങ്ങളുടെ പേര് പറഞ്ഞ് വളരെയേറെ കബളിപ്പിക്കപ്പെടുന്നതായിട്ടുള്ള ഒരു കാലയളവിൽ ആകുന്നു നാം ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ കാലങ്ങളിൽ ദൈവവചനം നമ്മെ ഉറപ്പിച്ച് നിർത്തേണ്ടതാണ്. ഈ പറഞ്ഞ വരങ്ങൾ അപ്പസ്തോലിക കാലം കഴിഞ്ഞതോടെ നിന്നുപോയി എന്ന് വാദിക്കുന്നവരുടെ വശം എന്തെന്നാൽ ആ വരങ്ങളുടെ പ്രവർത്തനം സഭാ കാലയളവ് മുഴുവൻ ആവശ്യമില്ല. അതായത് സഭയുടെ ആരംഭകാലത്ത് തിരുവചനം പൂർത്തിയായി ലഭിക്കുന്നതിന് മുൻപ് ആവശ്യമായിരുന്ന ചില വരങ്ങൾ തിരുവെഴുത്ത് പൂർത്തിയായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ആവശ്യമില്ലാത്തതായി ഭവിക്കുന്നു. അവയാണ് നിന്നുപോകുന്നത്. ഈ അഭിപ്രായത്തെ പിന്താങ്ങുന്നവർ പറയുന്നത് അങ്ങനെ നിന്നുപോകുമെന്ന് പറഞ്ഞിട്ടുള്ള വരങ്ങളിൽ ഒന്നാണ് അന്യഭാഷാവരം, മറ്റൊന്നാണ് പ്രവചനം, മറ്റൊന്ന് ജ്ഞാനം. ഇതത്രേ 8ാം വാക്യത്തിൽ നാം വായിച്ചത്. ഇത് കർത്താവിൻ്റെ വരവിങ്കലാണ് നിന്നുപോകുന്നതെന്ന് അഭിപ്രായപ്പെടുന്നവരോട് സഭയ്ക്ക് കർത്താവ് കൊടുത്തിട്ടുള്ള വരങ്ങളെല്ലാം തന്നെയും സഭാ കാലയളവ് കഴിയുമ്പോൾ, അതായത് കർത്താവ് വരുമ്പോൾ നിന്നുപോകയില്ലേ എന്നത്രേ ചോദിക്കാനുള്ളത്. പിന്നെ ഈ 3 വരത്തെപ്പറ്റി എടുത്തു പറയേണ്ട ആവശ്യം എന്താണ്? ഈ 3 വരത്തെക്കുറിച്ചുള്ള ശരിയായ ഒരു അറിവ് ഈ വിഷയത്തിലൊരു തീരുമാനത്തിലെത്തുവാൻ നമ്മെ സഹായിക്കും. ഇനി സംഭവിക്കാനുള്ളത് ദൈവാത്മാവിൻ്റെ വെളിപ്പാടിനാൽ പ്രവചിക്കാനുള്ള കഴിവാണ് പ്രവചന വരം. ഈ വരം മൂലമാണ് ഭാവിയിൽ സംഭവിക്കാനുള്ള അനേകം കാര്യങ്ങൾ തിരുവെഴുത്തിൽ നമുക്ക് അപ്പോസ്തലന്മാർ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ്, എതിർ ക്രിസ്തു, 1000 ആണ്ട് വാഴ്ച, ന്യായവിധി, ഇങ്ങനെ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന എത്രയോ കാര്യങ്ങൾ തിരുവെഴുത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. പ്രവചനപരം ലഭിച്ചതിനാലാണ് അവയെല്ലാം നമുക്ക് വെളിപ്പെടുത്തി തരുവാൻ അവർക്ക് കഴിഞ്ഞത്. എന്നാൽ വെളിപ്പാട് പുസ്തകം പൂർത്തിയായതോടുകൂടി വെളിപ്പാട് മുഴുവൻ പൂർത്തിയായി. ഭാവിയിൽ സംഭവിക്കേണ്ടതായി നാം അറിയേണ്ട എല്ലാ കാര്യങ്ങളും തിരുവെഴുത്തിൽ രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അതിനോട് കൂട്ടുകയോ അതിൽ നിന്ന് എന്തെങ്കിലും മാറ്റുകയോ ചെയ്യാൻ പാടില്ല. അങ്ങനെ പ്രവചനവരം ഇന്ന് അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ തിരുവെഴുത്തിൽ എഴുതി തന്നിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചും കേട്ടും ഗ്രഹിക്കുവാനുള്ള കഴിവാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടത്. എഴുതപ്പെടാത്ത പുതിയ കാര്യങ്ങളുടെ വെളിപ്പാട് ഇന്ന് ആർക്കും ലഭിക്കുന്നില്ല, ആവശ്യവുമില്ല. തിരുവചനത്തിലില്ലാത്ത കാര്യങ്ങൾ വെളിപ്പെട്ടെന്ന് പറഞ്ഞു വരുന്ന പ്രവാചകന്മാർ കള്ളപ്രവാചകന്മാരാകുന്നു. അവരെ വിശ്വസിക്കരുത്, അവരെ നാം സ്വീകരിക്കരുത്. പുതിയതായ യാതൊരു വെളിപ്പാടും നമുക്ക് വേണ്ട. നാം അറിയേണ്ട കാര്യങ്ങളെല്ലാം ദൈവം തൻ്റെ വചനത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അത് മനസ്സിലാക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ സഹായമാണ് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത്. ഇന്ന് അനേകരും ഏതോ പുതിയ വെളിപ്പാടുണ്ടായി എന്ന് പറഞ്ഞു വരുന്നത് ദുരുപദേശമല്ലേ? ഈ അടുത്തിടെ ഒരു പ്രത്യേക സമൂഹത്തെക്കുറിച്ച്, ഒരു കൂടിവരവിനെക്കുറിച്ച് ഞാൻ കേട്ടു. അവർ പഠിപ്പിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു അവരുടെ നേതാവിലൂടെ ഇപ്പോൾ വീണ്ടും ഭൂമിയിൽ അവതരിച്ചു എന്നാണ്. അവരുടെ കൂടെയും കൂടാൻ ആളുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഈ പറയുന്ന ദൈവത്തിൻ്റെ വചനം അല്ലെങ്കിൽ ബൈബിൾ അത് പൂർണ്ണമല്ല. ഈ പറയുന്ന അവരുടെ നേതാവ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളാകുന്നു ദൈവം ഈ കാലത്തേക്ക് വെളിപ്പെടുത്തുന്നത് എന്നത്രേ. ഇതിൻ്റെ പല വിധത്തിലുള്ള ഭാവങ്ങളും രൂപങ്ങളും വലുതും ചെറുതുമായി പ്രവാചകന്മാർ എന്ന രൂപേണ അനേകർ പറഞ്ഞു ഫലിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. ഇതിൻ്റെ പിൻപിലെ ഉദ്ദേശം എന്തെന്ന് ഒന്ന് വിലയിരുത്തിയാൽ അവർ പറയുന്നത് കള്ളമാകുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇനിയും ജ്ഞാനവരത്തെക്കുറിച്ച് പറഞ്ഞാലോ? എന്താണ് ഈ ജ്ഞാനം? നമ്മുടെ ജ്ഞാനം നീങ്ങി നാം അറിവ് കെട്ടവരാകും എന്നാണോ? ഒരിക്കലുമല്ല. ജ്ഞാനം ഒരു വരമായി ലഭിച്ചവർ അപ്പസ്തോല കാലത്തുണ്ടായിരുന്നു. ആത്മാക്കളെ വിവേചിപ്പാനുള്ള ജ്ഞാനം 1 കൊരിന്ത്യർ 12:1 നാം അത് വായിക്കുന്നു.
ഈ വരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് അനന്യാസും സഫീറയും ചെയ്ത തെറ്റ് മനസ്സിലാക്കുവാൻ പത്രോസിന് കഴിഞ്ഞത്. അതുവരെ ആർക്കും വെളിപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്തതും രേഖപ്പെടുത്തിയിട്ടില്ലാത്തതുമായ ദൈവിക സത്യങ്ങളെ ഗ്രഹിക്കാനുള്ള ജ്ഞാനവും അപ്പോസ്തലന്മാർക്കുണ്ടായിരുന്നു. പരിശുദ്ധാത്മാവ് നൽകിയ ആ ജ്ഞാനം കൊണ്ടാണ് അവർ തിരുവെഴുത്ത് എഴുതിയത്, സ്വന്തം ജ്ഞാനം കൊണ്ടല്ല. ആ പ്രത്യേക ജ്ഞാനം ഇന്ന് ആർക്കും നൽകിയിട്ടില്ല. വെളിപ്പെട്ടതും രേഖാമൂലം നമുക്ക് ലഭിച്ചതുമായ സത്യങ്ങളെ മനസ്സിലാക്കുവാനുള്ള ജ്ഞാനമാണ് ഇന്ന് വേണ്ടത്. അത് എല്ലാ വിശ്വാസികൾക്കും ദൈവം നൽകുന്നു. ചിലർക്ക് അത് അവർക്ക് മാത്രമായി ഒരു വരമായി നൽകുന്ന ഒരു ജ്ഞാനമാകുന്നു എന്ന് അവകാശപ്പെടുവാൻ കഴിയില്ല. അത് അങ്ങനെയല്ല. ഈ ചിന്തയെ വിശദീകരിക്കുന്നതാണ് തുടർന്നുള്ള വാക്യങ്ങൾ. 9 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കട്ടെ, ശ്രദ്ധിച്ചാട്ടെ. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. പുരുഷനായ ശേഷമോ ഞാൻ ശിശുവിനുള്ളത് ത്യജിച്ചു കളഞ്ഞു. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. ഇത് 9-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ഓഹരി, പങ്ക് എന്നിങ്ങനെ പല വാക്കുകളിൽ പുതിയ നിയമത്തിൽ 43 പ്രാവശ്യം വിവർത്തനം ചെയ്തിട്ടുള്ള മെറോസ് എന്ന ഗ്രീക്ക് പദമാണ് ഈ അംശം എന്നതിന് ഉപയോഗിച്ചിരിക്കുന്നത്. മുഴുവനായതിൻ്റെ, ആകെയുള്ളതിൻ്റെ ഭാഗം അല്ലെങ്കിൽ അംശം എന്നാണ് അർത്ഥം. അംശമായി പ്രവചിക്കുന്നു എന്ന് പറയുന്നതിനാൽ ദൈവസഭയ്ക്ക് കൊടുക്കാനിരുന്ന സത്യങ്ങളുടെ ഓരോ ഭാഗങ്ങളാണ് പ്രവാചകന്മാർക്ക് ഓരോ സന്ദർഭങ്ങളായി വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. പുതിയ നിയമ സത്യങ്ങൾ മുഴുവൻ വെളിപ്പെടുത്തി രേഖയാകുന്നതുവരെയും ഈ രീതി തുടർന്നു. ഇന്ന് പുതിയ നിയമം കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ അന്ന് അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും സത്യങ്ങൾ നേരിട്ട് വെളിപ്പെടുകയും അവർ അത് പ്രസ്താവിക്കുകയും ചെയ്യുന്നത് വഴിയാണ് സാധിച്ചത്. തുടർന്ന് പൗലോസ് പറയുന്നത് പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും എന്നത്രേ. 13-ാം വാക്യം ഞാൻ ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇപ്രകാരമാണ്: ആകയാൽ വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഈ മൂന്നും നിലനിൽക്കുന്ന ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. അതെ, നിലനിൽക്കുന്നത് സ്നേഹം തന്നെ. മറ്റേതൊക്കെ മാറുന്നതാണ്. നിത്യതയിലും നാം ചെയ്യാൻ പോകുന്നത് സ്നേഹിക്കുകയാണല്ലോ. അതുമാത്രമാണ് അവിടെ ചെയ്യാനുള്ളതെങ്കിൽ ഇവിടെ എന്തുകൊണ്ടത് നാം പരിശീലിക്കുന്നില്ല? അത് പരിശീലിക്കുവാനായിട്ടാണ് ദൈവം നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത്. താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഇന്ന് തന്നെ ഞങ്ങളെ വിളിച്ചറിയിക്കുക. വിളിക്കേണ്ട നമ്പർ 8281384455. ഇന്നത്തെ പ്രോഗ്രാം താങ്കൾക്ക് ഇഷ്ടപ്പെട്ടുവോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങൾക്കൊരു മിസ് കോൾ തരിക. അടുത്ത വിജയി ഒരുപക്ഷെ താങ്കളായിരിക്കാം. പതിനാലാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വിശ്വാസികളായവരുടെ മധ്യത്തിൽ അഭിപ്രായ ഭിന്നത ഉണ്ടാകുന്നത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല. എന്നാൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നതൊരു വാസ്തവമാണ്. ദൈവവചനം ശരിയായി പഠിക്കാത്തതിനാലാകും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് എന്ന കാര്യം ഓർക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന് കണ്ട് ഒരു വിശ്വാസി വേറൊരു വിശ്വാസിക്ക് നേരെ വാളുയർത്തേണ്ടതില്ല. സ്നേഹത്തിൻ്റെ ആത്മാവിൽ തന്നെ മറ്റുള്ളവരെ അംഗീകരിക്കേണ്ടതാണ്. അടിസ്ഥാന സത്യങ്ങളിൽ നിന്നും വ്യതിചലിക്കാത്തിടത്തോളം ഒരു വാദപ്രതിവാദത്തിൻ്റെ ആവശ്യം പോലും ഉണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. ആരെങ്കിലും തെറ്റെന്നും മറ്റാരെങ്കിലും ശരിയാകുന്നു എന്നും സ്ഥാപിക്കുവാനുള്ള ഒരു ശ്രമമല്ല ഞങ്ങളുടെ ഈ പഠനത്തിലൂടെ ഞങ്ങൾ ചെയ്യുന്നതും. പിന്നെയോ ദൈവവചനം അതിൻ്റേതായ അർത്ഥത്തിൽ പഠിപ്പിക്കുക മാത്രം. അങ്ങനെ പറയുമ്പോൾ ഞാൻ പറയുന്നത് പോലെ പറയാത്തവരെല്ലാം കള്ളത്തരമാകുന്നു പറയുന്നതെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാറില്ല. സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയിട്ടുള്ളവർ ഉണ്ടെന്നുള്ളത് വാസ്തവമാണ്. അവരെ നാം അകറ്റി നിർത്തേണ്ടത് ആവശ്യമാണ്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ദൈവമക്കളായി തീർന്നിട്ടുള്ളവരെ എല്ലായ്പ്പോഴും സ്നേഹത്തോടെ കരുതേണ്ടതാണ്. ഒരാൾ പ്രയോജനരഹിതമായ കാര്യങ്ങളിൽ ഇടപെടുന്നത് കാണുമ്പോൾ സ്നേഹത്തോടെ അവരെ പ്രയോജനപ്രദമായ കാര്യങ്ങളിലേക്ക് നയിക്കേണ്ടതാണ്. ഉദാഹരണത്തിന്, ചിലർ ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് അതിനായി കാത്തിരുന്ന് നിരാശപ്പെടാറുണ്ട്. അങ്ങനെയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കണം. ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു യുവാവ് വളരെ നിരാശയോടെ എന്നോട് പറഞ്ഞു, സാറേ,
എൻ്റെ വിശ്വാസമെല്ലാം നശിക്കുകയാണ്. ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ എൻ്റെ ജീവിതത്തിൽ നിറവേറുന്നില്ല. ഞാൻ ചോദിച്ചു, അതെന്താണ്? മറുപടി, ദൈവവചനത്തിൽ പറഞ്ഞിട്ടില്ലേ, മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലവും ലഭിക്കുമെന്ന്. ഞാൻ പറഞ്ഞു, എൻ്റെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന്. അയാൾ അത്ഭുതത്തോടെ ആ ഭാഗം എടുത്ത് വായിച്ചപ്പോൾ അല്ലേ മണ്ടത്തരം മനസ്സിലാകുന്നത്. സകലവും നൽകിത്തരാം എന്നല്ല, ഇതൊക്കെയും കിട്ടും എന്നത്രേ. എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്നതൊക്കെയും കിട്ടുമെന്നാണ്. അയാൾ വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോയി. ചിലർ പാപമില്ലാത്ത പരിശുദ്ധിയുടെ ഒരു ജീവിതത്തിനു വേണ്ടി ശ്രമിച്ച് നിരാശിതരായി കഴിയുന്നു. അല്ലെങ്കിൽ അവർ ഒരുതരം കപടഭക്തരായി അങ്ങനെ ജീവിക്കുക, അഭിനയിക്കുക. തങ്ങളാൽ കഴിയാത്തത് ചെയ്യാൻ കഴിയുമെന്ന് ലോകത്തോട് പറഞ്ഞിട്ട് തങ്ങളാൽ ചെയ്യുവാൻ കഴിയുന്നില്ല എന്നത് ലോകമറിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമല്ലോ. അതുകൊണ്ട് ഇപ്പോൾ അഭിനയ ജീവിതമാണ് നയിക്കുന്നത്. അതെ, ഈ പാപമില്ലാത്ത പരിശുദ്ധി എന്നൊന്ന് ഈ ആയുസ്സിൽ ദൈവം വാഗ്ദാനം ചെയ്തിട്ടില്ല എന്ന് കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ്. അങ്ങനെ അനേകം കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ദൈവവചനം വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്ക് ആദ്യം ശ്രദ്ധ ചെലുത്താം. ഏത് കാരണത്താലും രണ്ട് വിശ്വാസികൾ തമ്മിൽ പിണങ്ങിയിരിക്കേണ്ടതില്ല. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരായ ഈ പരിപാടിയുടെ ശ്രോതാക്കൾ ഒരു വിധത്തിലും എന്നോട് പിണങ്ങുന്നത് എനിക്ക് സഹിക്കില്ല. ഏറ്റവും നല്ലതുപോലെ വചനം പഠിപ്പിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ സ്ഥിരം കേട്ടിട്ടുള്ളതിൽ നിന്നും മനസ്സിലാക്കിയിട്ട് ഉള്ള കാര്യങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ചില കാര്യങ്ങൾ കേൾക്കേണ്ടി വരുമ്പോഴാണ് അവയെ എതിർക്കുന്ന മനോഭാവമില്ലേ? എന്നാൽ അവയെ തിരിച്ചു കളയാതെ പരിശോധിച്ച് നേരായിട്ടുള്ളത് സ്വീകരിക്കണം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. അനേകം ദൈവമക്കളുടെ ആശയങ്ങൾ കൂട്ടി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ എനിക്ക് പറയുവാനുള്ളത് പറയുന്നത്. ഞാൻ ഇങ്ങനെ പറഞ്ഞതിൻ്റെ കാരണം ഈ ദിവസങ്ങളിൽ നാം പഠിക്കുന്ന ഭാഗം വിശ്വാസികളുടെ ഇടയിൽ വളരെയേറെ അഭിപ്രായ ഭിന്നതകൾ വരുത്തിയിട്ടുള്ളതിനാൽ അത്രേ. പുറമേ നോക്കി എനിക്ക് തോന്നുന്നത് അംഗീകരിക്കുകയല്ല, ആഴത്തിലേക്ക് ഇറങ്ങുകയാണ് വേണ്ടത്. ദൈവവചനം പഠിക്കുമ്പോൾ ഒരു പ്രമാണം തള്ളിക്കളഞ്ഞുകൊണ്ടും വേറൊന്ന് സ്ഥാപിക്കുവാൻ സാധ്യമല്ല. ദൈവം ഒരുവനാണ്. അവന് എന്നെന്നും ഒരേ പ്രമാണമാണുള്ളത്. ഏത് സാഹചര്യത്തിലാകുന്നു അത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. എൻ്റെ അനുഭവം മാത്രം എപ്പോഴും ശരിയായെന്ന് വരില്ല. എനിക്കങ്ങനെ അനുഭവപ്പെട്ടു എന്നതിനാൽ എല്ലാവർക്കും അങ്ങനെ തന്നെ അനുഭവപ്പെടണം എന്നും ശഠിക്കരുത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ ആത്മീയ വരങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടകം തന്നെ പലരും എന്നോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്നെനിക്കറിയാം. ചിന്തിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്നെ കൂടി എഴുതി അറിയിക്കുക. കഴിവുള്ളിടത്തോളം ഞാൻ വിശദീകരണം നൽകാം. ആത്മീയമായി വളരുവാനാണല്ലോ നാം പഠിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നമ്മെ ചേർത്തിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മെ അവിടെ ആക്കിയിരിക്കുന്നത് നമുക്കുള്ള വരം പ്രയോജനപ്പെടുത്തേണ്ടതിനാണ്. 12-ാം അധ്യായത്തിൽ നാം അത് കാണുകയുണ്ടായി. 12-ാം അധ്യായത്തിൽ ആത്മീയ വരത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ ദാനത്തെക്കുറിച്ചും 13-ാം അധ്യായത്തിൽ വരത്തിൻ്റെ ഊർജത്തെക്കുറിച്ചും നാം കണ്ടു കഴിഞ്ഞു. ഇനിയും 14-ാം അധ്യായത്തിൽ ആത്മീയ വരങ്ങളുടെ അനുഷ്ഠാനത്തെക്കുറിച്ചാണ് നാം പഠിക്കുവാൻ പോകുന്നത്. അതെ, ഈ ആത്മീയ വരങ്ങൾ എങ്ങനെ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരും എന്നതാണ് ഇവിടുത്തെ വിഷയം. ആദ്യം പൗലോസ് പറയുന്നത് പ്രവചനം ഭാഷാവരത്തേക്കാൾ ഉത്തമമായതാകുന്നു എന്നത്രേ. പൗലോസ് മുൻപോട്ട് പോയി പറയുന്നത് നാം സ്നേഹത്തെ അനുധാവനം ചെയ്യണം, എന്നാൽ നാം ആത്മീയത ആഗ്രഹിക്കണം എന്നത്രേ. 14-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്ക് ഒരുമിച്ചൊന്ന് ചിന്തിക്കാം. അവിടെ നാം വായിക്കുന്നത് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മീയ വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ. സ്നേഹം ആചരിക്കുക എന്നിവിടെ പറഞ്ഞിരിക്കുന്നതിനെ സ്നേഹത്തെ അനുധാവനം ചെയ്യുവീൻ, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം എന്നൊക്കെ വിവരിച്ചിട്ടുണ്ട്. സ്നേഹത്തെ മുൻനിർത്തി ആയിരിക്കണം സകലവും ചെയ്യേണ്ടത്. സ്നേഹം ഒരു ഗുണമാണ്, അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഫലത്തിലൊന്നാണ്. എല്ലാവർക്കും അത് വെളിപ്പെടുത്താം. എന്നാൽ പ്രവചനവും അന്യഭാഷയും വരങ്ങളാണ്. ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമോ എല്ലാവർക്കുമോ അവ കിട്ടുകയില്ല. പ്രവചനപരം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണങ്ങളാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്. നാം ആത്മീയ വരങ്ങൾ വാഞ്ചിക്കണം. ഒരു വിശ്വാസിക്ക് ആത്മീയ വരങ്ങൾ ആവശ്യമില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അവൻ പ്രകൃതി വിരുദ്ധനായ ഒരു വ്യക്തിയായിരിക്കും. ഇവിടെ പറയുന്നു വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ എന്ന്. പ്രവചിക്കുക എന്നാൽ ദൈവവചനം നൽകുക എന്നത്രേ. സ്വാഭാവികമായി സംസാരിക്കുക, ബുദ്ധിയോടെ സംസാരിക്കുക, യുക്തിക്ക് നിരക്കുന്ന വിധം സംസാരിക്കുക. ആത്മാവ് നൽകുന്ന വരങ്ങളും ആത്മാവിൻ്റെ ഫലങ്ങളും തമ്മിൽ പൗലോസ് ഒരു വ്യത്യാസമുണ്ടാക്കുന്നു.
ആത്മാവിൻ്റെ ഫലം സ്നേഹം, സന്തോഷം, സമാധാനം ഇത്യാദി കാര്യങ്ങളാണ്. അവ ആത്മാവിൻ്റെ വരങ്ങളെക്കാൾ പ്രധാനപ്പെട്ടവയാണ്. ഫലമില്ലാതെ വരം ഉള്ളതുകൊണ്ട് വിശേഷമൊന്നുമില്ല. ആത്മാവുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ഫലമുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാവില്ലാത്ത അനേകരും തങ്ങൾക്കുള്ള കഴിവുകൾ ആത്മാവിൻ്റെ വരങ്ങളാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവുള്ള ഒരു വ്യക്തി ആദ്യം പ്രകടമാക്കുന്നത് ആത്മാവിൻ്റെ ഫലമാകുന്നു. അനേകരും ഏതെങ്കിലുമൊക്കെ വരത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. വാഞ്ചിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല. എന്നാൽ ആത്മാവിൻ്റെ ഫലത്തിന് വേണ്ടി അവർ ആ സമയം ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഓരോ വ്യക്തിയിലും ആത്മാവിൻ്റെ അധിക ഫലം കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഫലം നിറഞ്ഞു നിന്നാൽ ആരും പൊക്കിക്കൊണ്ട് നടക്കില്ല എന്ന ചിന്ത കൊണ്ടായിരിക്കും ഫലത്തേക്കാൾ ഉപരി വരത്തിന് പ്രാധാന്യം നൽകുന്നത്. കൂടുതൽ സ്നേഹം കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതത്ര ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. അത് ആത്മാവിൻ്റെ ഫലമാണ്. ദൈവത്തിൻ്റെ ആത്മാവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കൂ. വിശേഷാൽ പ്രവചനപരവും വാഞ്ചിപ്പീൻ. അന്യഭാഷ എന്ന കൃത്യാന്തരത്തിൽ നിന്നും അഥവാ അവരുടെ ചിന്തയെ മുഴുവൻ കീഴടക്കിയിരിക്കുന്ന കാര്യത്തിൽ നിന്നും കൊരിന്ത്യരെ വെളിയിൽ കൊണ്ടുവരുവാനുള്ള പൗലോസിൻ്റെ ശ്രമമാണ് ഇവിടെ കാണുന്നത്. ഈ ഭാഗത്ത് മുഴുവൻ അവരോട് പറയുവാൻ പൗലോസ് ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ, ഒന്നല്പം തണുക്കൂ സഹോദരന്മാരെ. ഒരുതരം മതഭ്രാന്തിലേക്കോ വൈകാരിക ഇളക്കത്തിലേക്കോ നിങ്ങൾ പോകരുത്. എല്ലാം അതിൻ്റെ ശരിയായ അനുപാതത്തിൽ നാം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. അമിത പ്രാധാന്യം നൽകി ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുതെന്ന്. കഴിഞ്ഞ അധ്യായത്തിൽ പൗലോസ് പറഞ്ഞത് ഭാഷാപരം നീങ്ങിപ്പോകുമെന്നത്രേ. അതെ, അത് നിന്നുപോകുമെന്ന്. ഡോക്ടർ A.T. റോബർട്ട്സൺ എന്ന വേദപണ്ഡിതൻ്റെ പ്രസ്താവന ഇപ്രകാരമാണ്: ഏതൊരു വരത്തിലും ആദ്യം നിന്നുപോയത് ഭാഷാപരമാകുന്നു എന്ന് തോന്നുന്നു. ആദിമ സഭാപിതാക്കന്മാരിൽ പ്രമുഖനായിരുന്ന ക്രിസ്റ്റോസ്റ്റം എഴുതിയത് ഈ ഭാഗം മൊത്തം അവ്യക്തമാണ്. എന്നാൽ ആ അവ്യക്തത ഉയർന്നു വന്നതിന് കാരണം വിവരിച്ചിരിക്കുന്ന വസ്തുതകളെക്കുറിച്ച് നമുക്കുള്ള അജ്ഞതയാണ് എന്നത്രേ. നോക്കണം, ഈ പറഞ്ഞ വിവരണം അപ്പോസ്തലൻ ആർക്കു വേണ്ടി എഴുതിയോ അവർക്ക് വ്യക്തമാണെങ്കിലും നമ്മുടെ മനസ്സിൽ വെളിപ്പെട്ടിട്ടില്ല. ഈ ഭാഗത്തു നിന്നും അനേകം കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. യേശുക്രിസ്തു ഒരിക്കലും അന്യഭാഷയിൽ സംസാരിച്ചില്ല എന്നത് ചിന്തിപ്പിക്കുന്ന വസ്തുതയാണ്. പെന്തക്കോസ്ത് നാളിന് ശേഷം അപ്പോസ്തലന്മാർ അന്യഭാഷയിൽ സംസാരിച്ചതായി ഒരു രേഖയും ബൈബിളിലില്ല. പൗലോസ് അന്യഭാഷയിൽ സംസാരിക്കുന്നതിൻ്റെയോ അന്യഭാഷയിൽ ഒരു ദൂത് നൽകുന്നതിൻ്റെയോ ചരിത്രപരമായ രേഖ ഒന്നുമില്ല. എന്നിരുന്നാലും ഈ അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നിന്നും പൗലോസ് അന്യഭാഷ സംസാരിച്ചിരുന്നു എന്ന് നമുക്കറിയാം. 18-ാം വാക്യം ഇപ്രകാരമാണ്: നിങ്ങളെല്ലാവരിലും അധികം ഞാൻ അന്യഭാഷകളിൽ സംസാരിക്കുന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസിൻ്റെ ഈ പ്രസ്താവനയുടെ പ്രാധാന്യം മനസ്സിലാക്കണമെങ്കിൽ പൗലോസ് സ്ഥാപിച്ച സഭകളെ നോക്കിയാൽ മതി. ആസിയയിലെ തന്നെ 7 സഭകൾ ഏതെല്ലാം ഭാഷകളിൽ ഉള്ളതായിരുന്നു എന്നോർക്കണം. അവിടെല്ലാം പൗലോസ് സംസാരിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. ഇവിടെയെല്ലാം ഒരു ഭാഷയായിരുന്നു സംസാരിച്ചതെന്ന് ചിന്തിക്കരുത്. പെന്തക്കോസ്ത് നാളിൽ മറ്റ് അപ്പോസ്തലന്മാർ അന്യഭാഷയിൽ സംസാരിച്ചതുപോലെ പൗലോസും സംസാരിച്ചിരുന്നു എന്നതിൽ എന്താണ് സംശയം? ഓരോ മനുഷ്യനും പൗലോസ് അവരുടെ ഭാഷയിൽ സംസാരിക്കുന്നതായി കേട്ടു. നിങ്ങൾ കരുതുന്നുവോ ഇതൊരു സാധാരണ സംഭവമായിരുന്നു എന്ന്? ഇത് തികച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം തന്നെയായിരുന്നു. വില്യം ഗേറിയെക്കുറിച്ച് തന്നെ ചിന്തിക്കൂ. ഒരു സാധാരണക്കാരനായ ചെരുപ്പ് കുത്തി, എന്നാൽ 40ഓളം ഭാഷകളിൽ തിരുവചനം തർജ്ജമ ചെയ്യുവാൻ ആ ഇംഗ്ലീഷുകാരന് എങ്ങനെ സാധിച്ചു എന്നോർക്കണം. 40 എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് 4 ഭാഷകൾ നമ്മെക്കൊണ്ട് സാധിക്കുമോ? അല്പം ചിന്തിക്കൂ. ദൈവം ഉപയോഗിക്കുന്ന മനുഷ്യർ. പൗലോസ് ഒരുപക്ഷെ കൊരിന്ത്യരോട് പറയുന്നത്, നിങ്ങൾക്ക് ഭാഷാപരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സുവിശേഷ വയലിലേക്ക് ഇറങ്ങിച്ചെല്ലുക, എന്നിട്ട് അവിടുത്തെ ജനങ്ങളുടെ ഭാഷയിൽ സംസാരിക്കുക എന്നത്രേ. ഇന്ന് തിരുവചനം തർജ്ജമ ചെയ്യുന്ന അനേകം സംഘടനകളുണ്ട്. ആയിരക്കണക്കിന് ഭാഷകളിൽ ദൈവത്തിൻ്റെ ദൂത് ജനങ്ങളെ അറിയിക്കുവാൻ കഴിയുന്ന പരിശ്രമങ്ങൾ, സഭയ്ക്ക് മൊത്തം പ്രയോജനപ്പെടുന്ന വരങ്ങൾ. ഇന്നത്തെ ഏറ്റവും വലിയ അന്യഭാഷാ പ്രസ്ഥാനം അതത്രേ. ദൈവം തൻ്റെ മക്കൾക്ക് ആ കഴിവ് കൊടുക്കുന്നില്ല എങ്കിൽ അവർക്കതെങ്ങനെ നിർവഹിക്കുവാൻ കഴിയും സുഹൃത്തെ? ഒരിക്കൽ പൗലോസ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. മനുഷ്യന് പറഞ്ഞുകൂടാത്ത വാക്കുകളെ അവൻ അവിടെ കേട്ടു എന്ന് പൗലോസ് പറയുന്നു. അവ അറിയപ്പെടാത്ത വാക്കുകളോ ഭാഷയോ ആയിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അവന് സംസാരിപ്പാൻ അനുവാദം കിട്ടിയിട്ടില്ലാത്ത വാക്കുകളെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അന്യഭാഷ എന്നാൽ വികാരത്തള്ളലിൽ ഉച്ചരിക്കുന്ന നിഗൂഢ ഭാഷയല്ല. വായി തോന്നുന്നതെല്ലാം വിളിച്ചു പറയുന്നതല്ല. അവ അന്യനാട്ടിലെ ഭാഷയായിരുന്നു. പെന്തക്കോസ്ത് നാളിൽ അപ്പോസ്തലന്മാർ വിദേശ ഭാഷകളിൽ സംസാരിച്ചു. ആ സമയത്ത് അവരെ ശ്രദ്ധിച്ച് എല്ലാവരും തങ്ങളുടെ സ്വന്തം ഭാഷയിൽ സുവിശേഷം ശ്രദ്ധിച്ചു. ഇന്ന് അന്യഭാഷ എന്ന് പറഞ്ഞ് കേൾക്കുന്ന കാര്യം ആദിമസഭയിൽ ദൈവം നൽകിയിരുന്ന വരത്തോട് ഒരു സാമ്യവും ഇല്ലാത്തതല്ലേ?
ഈ വിഷയം സ്പർശിക്കാതെ വിട്ടിരുന്നെങ്കിൽ അനേകർക്ക് സന്തോഷമായിരുന്നേനെ. എന്നാൽ ഈ മഹത്തായ വരത്തെ സാത്താൻ ഇന്ന് വളരെയേറെ ഉപയോഗിക്കുന്നുണ്ട്. ദൈവവചനത്തിന് ഘടകവിരുദ്ധമായി പോകുന്നവരിൽ പോലും അന്യഭാഷ സംസാരിക്കുന്ന ആളുകളെ നമുക്ക് കാണാം. ഏതായാലും ഈ വിഷയം തന്നെ നമുക്ക് കൂടുതൽ പഠിക്കാം. നിങ്ങൾക്കുള്ള അനുഭവത്തെ ഞാൻ ചോദ്യം ചെയ്യുവാൻ വരുന്നില്ല. നിങ്ങൾ തന്നെ അതിനെ പരിശോധിക്കൂ. സ്നേഹത്തിൻ്റെ അധ്യായത്തിൻ്റെ ഒരു തുടർച്ചയാണ് 14-ാം അധ്യായം എന്ന് നമുക്ക് കാണാവുന്നതത്രേ. അത് ആരംഭിക്കുന്നത് സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പീൻ, ആത്മിക വരങ്ങളും വിശേഷാൽ പ്രവചനവരവും വാഞ്ചിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. തിരുവചനത്തെക്കാൾ കൂടുതലായി തങ്ങളുടെ വൈകാരിക ചലനങ്ങളിൽ അനേകർ ആശ്രയിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. ലേഖനങ്ങളിൽ തെളിവായി രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യങ്ങളിൽ നിന്നല്ല, അപ്പോസ്തല പ്രവൃത്തികളിലെ വിവിധ ചരിത്ര സംഭവങ്ങളിൽ നിന്നാണ് അനേകരും ഉപദേശങ്ങൾ രൂപീകരിക്കുന്നത്. നിഷ്പക്ഷമായി നമുക്ക് ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. സ്നേഹിക്കുവാൻ കഴിയുന്നുണ്ട് സുഹൃത്തെ? ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഈ സ്നേഹമാണ്. അതില്ല എങ്കിൽ പിന്നെ ജീവിതത്തിൽ എന്തുണ്ട്? ഇന്നത്തെ പഠനം നിങ്ങൾക്ക് പ്രയോജനകരമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ ശക്തീകരിച്ച് പ്രയോജനമുള്ള വ്യക്തിയാക്കി നിലനിർത്തുവാൻ ഞാനും പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.